അതെ, ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു സമൂസ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഇവിടെ നോമ്പായ കാരണം ഞാൻ ചിക്കനൊന്നും അങ്ങനെ വാങ്ങാറില്ല. വാങ്ങിയാൽ തന്നെ അത് കുറച്ച് ഇച്ചിരിക്കോളം പീസായിട്ടുള്ളതൊക്കെ വാങ്ങണത്. അപ്പോൾ ചിക്കനല്ല, മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസ. ജോയ്സിന് ഞാൻ നോൺ വെജ് വെജിറ്റബിൾസൊക്കെ വേവിച്ചപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്തിരി മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇട്ടിട്ട് ഒരു സമൂസ ഉണ്ടാക്കണത്. സമൂസ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ഇതിനകത്ത് ഉടച്ച് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മുട്ട അങ്ങനെ തന്നെ കുറച്ച് ഫില്ല് ചെയ്തിട്ട് മുട്ടനെ ഒന്ന് 4 പീസാക്കിയിട്ട് മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഇതിനകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കാവേ. അപ്പോൾ അതെ 2 സെറ്റാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരെണ്ണം മുട്ട വെച്ചതും ഒരെണ്ണം മുട്ട വെക്കാത്തതും. അപ്പോൾ ഇതുണ്ടാക്കുന്നത് കാണാം. അതിനായിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഇതേപോലെ ഒന്ന് നന്നാക്കി നോക്കിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി പൊളിഞ്ഞ് കിട്ടും കേട്ടോ. ഫസ്റ്റ് സവാളനെ ഒന്ന് സെൻറ്ററിൽ കൂടെ തന്നെ അങ്ങാട് മുറിക്കുക. എന്നിട്ട് ആ ഞെട്ടുമ്പോൾ പിടിച്ച് ഒന്ന് വലിച്ചെഴിയുക. ബാക്കിൽ നിന്നും ഒന്ന് വലിച്ചെഴിയുമ്പോൾ തന്നെ തൊലി പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനെപ്പോഴും സവാള ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സവാള ഇതിന് വേണം, പിന്നെ പച്ചമുളക് വേണം. ഇതെല്ലാനും ചോപ്പറിൽ ചോപ്പ് ചെയ്യുക. സവാളയും പച്ചമുളകും മാത്രം അതൊന്ന് ചോപ്പ് ചെയ്യുക കേട്ടോ. ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. മറ്റേ ഇതിലിട്ട് ചോപ്പറിലിടണ്ട, ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതും മാറ്റി വെക്കുക. പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റിലോട്ട് തന്നെ ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ചീന്തി അരിഞ്ഞിടാം. നൈസായിട്ട് വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടാലും മതി. ഞാൻ ഇതേപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാബേജ് കുഞ്ഞു കഷ്ണമാണ് ഞാൻ എടുത്തതും തന്നെ. അതും ഇതേപോലെ തന്നെ നൈസായിട്ട് നീളത്തിലൊക്കെ അരിഞ്ഞ് ക്യൂബ്സായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈസായിട്ട് അരിഞ്ഞാൽ മാത്രം മതി. ഈ അരിഞ്ഞ ക്യാബേജിനെ കുറച്ച് നേരത്തേക്ക് വെള്ളത്തിലോട്ട് ഇടുക. ആ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി നേരത്തേക്ക് ഒന്ന് കിടക്കട്ടെ. 3 മുട്ട ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. അത് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ചീനിച്ചട്ടി വെച്ചു, അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത പച്ചമുളകും സവാളയും കുറച്ച് വേപ്പിലയും അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് ആണെങ്കിലും മതി സവാള 3 കേട്ടോ. ഞാനിപ്പോൾ ഇത് 2ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓരോ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. സവാളക്കും പച്ചക്കറിക്കൊക്കെ എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് സവാള ഒന്ന് വഴറ്റി അങ്ങാട് നന്നായിട്ട് ഒരുപാട് മൊരിയാനല്ല, വഴന്ന് വന്നാൽ മതി. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് എൻ്റെ കയ്യിലുള്ള ഞാൻ പൊടിച്ച ഗരം മസാല, ഇപ്പം ഇട്ട് കൊടുത്തത് ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ ഒരു നുള്ളോളം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനൊരു ഒരു 1/4 സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന അത്രയും നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. ആ ക്യാപ്സിക്കും ക്യാരറ്റും കൂടി അരിഞ്ഞതില്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇത് നൈസായിട്ട് അരിഞ്ഞേക്കണ കാരണം പെട്ടെന്ന് തന്നെ വെന്തും കിട്ടുമല്ലോ. അപ്പോൾ ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാബേജും ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആ സവാളക്ക് ആവശ്യത്തിന് എന്തോരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ മതി, പിന്നെ ഇടാൻ നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം അത് തന്നെ സവാളക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജോയ്സിനുള്ളതിന് വേണ്ടി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കണേ. മുട്ട മിക്സ് ചെയ്യാതെ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ മുട്ട ഒരുപാട് എങ്ങനെ സ്മാഷ് ചെയ്യേണ്ട, ഇടയ്ക്കിടയ്ക്ക് വലിയ കഷ്ണങ്ങൾ ഉണ്ടാവണം. ഉണ്ണി എന്തായാലും പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുള്ളൂ ഈ 3 മുട്ടയും ഇട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാനുണ്ട്. ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ ഒരു വെള്ളയൊക്കെ ജസ്റ്റായിട്ട് വലുതായിട്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ വേണം കേട്ടോ, എന്നാലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. എല്ലാവരും കൂടി അങ്ങോട്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞ പരിപോകും. എന്തായാലും മുന്നി ഓൾറെഡി ഉടഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഉടഞ്ഞ് പൊടി പോലെ ആയിപ്പോവും. അത് ജോയ്സിനുള്ളതും ഇത് ഞങ്ങൾക്കുള്ളതുമാണേ. അപ്പോൾ പിന്നെ ഇത്തിരി മൈദപ്പൊടി ഇങ്ങനെ കലക്കി വെക്കത്തില്ലേ, അതുണ്ട്. ഞാൻ വേറൊരു പണിയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ സമൂസ ഷീറ്റാണ് വാങ്ങിയത്. അപ്പോൾ അതിനകത്തോട്ട് ആദ്യം ഞാൻ മുട്ട ഉള്ളത് നിറച്ചിട്ട് ഇതേപോലെ തന്നെ സമൂസ ഷീറ്റിൽ നിറക്കണ പോലെ തന്നെ നിറച്ചിട്ട് ആ ബാറ്റർ കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതായത് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് തന്നെ കേട്ടോ ഇതാക്കുന്നത്. എന്നിട്ട് മൈദപ്പൊടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൈദപ്പൊടി വെച്ച് ഇങ്ങനെ ചെയ്യണത്, അല്ലാണ്ട് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ വലിച്ച് ഇതാക്കി കൊടുക്കുന്നുണ്ട്.
വലിച്ച് തന്നെ ഏകദേശം നല്ലോണം വലിയുമ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പ് നല്ലോണം വരും. നമ്മൾ വലിയാണ്ട് വരുമ്പോഴില്ലേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആ മൂലകളൊക്കെ ഒന്ന് ഇതായിട്ട് പോലെ തോന്നുമേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം തന്നെ വലിച്ച് ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് വെജിൻ്റെയും കൂടി ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. വെജിൻ്റെയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. വെജ് ജോയ്സിന് വെജല്ലേ, നോമ്പായ കാരണം വെജായ കാരണം കേട്ടോ ജോയ്സിന് ഞാൻ സെപ്പറേറ്റ് വെച്ചത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ജോയ്സിന് ചിക്കൻ്റെയൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമാണ്. ഇത് കുറച്ച് വെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ ആ ബാറ്ററിന് പകരം കുറച്ച് വെള്ളത്തിൽ ആ ഷീറ്റ് ബാക്കിയുള്ള ഷീറ്റ് ഇങ്ങനെ ഒന്ന് മുക്കണുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് തന്നെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമായാലും മതി, ആ ബാറ്ററി വേണമെന്നില്ല നമുക്ക്. നന്നായിട്ട് തന്നെ സെറ്റായിട്ട് തന്നെ പോന്നിട്ടാ. അത് ഞാൻ ഓരോന്ന് അതേപോലെ ചെയ്യണേന്. നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇതിനകത്തോട്ട് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ മുട്ട കുറച്ച് ഈ വെജിറ്റബിൾസിൻ്റെ ഫില്ല് മാത്രം വെച്ചിട്ട് കുറച്ച് മുട്ടനെ 4 ഒന്ന് മുറിച്ചിട്ട് അതിലൊരു പീസ് 4 മുറിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് വെച്ച് കഴിഞ്ഞാലേ പറ്റുള്ളൂ, വലുത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ മാത്രം വെച്ചിട്ട് ഈ മുട്ടനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് ഒട്ടിക്കാം. അപ്പം ജസ്റ്റ് എന്താണ് ഇച്ചിരി മുഴച്ചിരിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിലും മുട്ടയുടെ സമൂസ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ തന്നെ ഞാൻ നനച്ച് കൊടുത്തിട്ട് വേണ്ട ഇങ്ങനെ ഒട്ടിച്ചെടുക്കണ്ടേ. കറക്റ്റായിട്ട് തന്നെ വന്നു സംഭവം, നല്ലോണം തന്നെ ഒട്ടിപ്പോരും ആയിട്ട്. ഇത് നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പം ഞാൻ എല്ലാവരും അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. ആദ്യം വെജിറ്റബിളിൻ്റെ വറുത്തെടുക്കാം കേട്ടോ. എന്താണ് വെജിറ്റബിൾസിൻ്റെ ആകുമ്പോൾ ജോയ്സിന് കുഴപ്പമില്ലല്ലോ, മുട്ടയുടെ വറുത്ത് കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിൽ അപ്പോൾ മുട്ടയുടെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് തന്നെ ഈ ബിരിയാണിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയാണ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലിൻ്റെ ഉപയോഗം ഇവിടെ ഇല്ല. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വറുത്ത് മാറ്റുന്നുണ്ട്. ഏകദേശം നല്ലോണം തന്നെ മുരിഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് മാറ്റാവേ. അധികം പണിയില്ല. അതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ ആ ഒരു കോട്ടിങ്ങില്ലേ സമൂസ ഷീറ്റിൻ്റെ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. ആദ്യം തന്നെ ഞാൻ ജോയ്സിൻ്റെയാണ് വറുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസിൻ്റെ വറുത്തെടുക്കണേണ്. അത് കഴിഞ്ഞിട്ടാണ് മുട്ടയുടെ വറുത്തെടുക്കണത്. നിങ്ങളുടെ ഇണക്കം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെജിറ്റബിൾസിന് പകരം ഇല്ലേ, വെജിറ്റബിൾസും ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട ചേർത്തില്ലേ, അതിന് പകരം ചിക്കനോ അങ്ങനെ വറുത്ത ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുട്ട ചേർത്ത സമയത്ത് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെന്ന് മാത്രമേ. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ ചെയ്തത് ചിക്കനെ വേവിച്ചിട്ട് വറുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പിച്ചിയിട്ടാണ് ആ വെജിറ്റബിൾസിൻ്റെ ഒപ്പം കൂട്ടി എടുത്തത് കേട്ടോ. അങ്ങനെ ചിക്കൻ്റെയും ചെയ്തിട്ടുണ്ട്, ബീഫിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുട്ടയുടെ ചെയ്ത് കാണിക്കണേനെ. ഇവിടെ ചിക്കനും ബീഫൊക്കെ നോമ്പായ കാരണം അധികം വാങ്ങണില്ല. എനിക്കും വാങ്ങാൻ വലിയ താല്പര്യമില്ല, അയാൾ കഴിക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും താല്പര്യമില്ല. പക്ഷേ മേടിക്കണുണ്ട്, എന്നാലും ഒരു 1/2 കിലോ എന്തെങ്കിലും ഒക്കെ വാങ്ങുന്നുള്ളേ. ചിക്കനാണെങ്കിലും കുറച്ച് പീസായിട്ട് കിട്ടുമല്ലോ മാളുകളിൽ. അപ്പോൾ 4th പോകുമ്പോൾ അവിടെ നിന്നാണ് കുറച്ച് പീസായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങണത്. കൊച്ചുങ്ങൾക്ക് ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ വറുക്കാനായിട്ട് നിർബന്ധമില്ല. ഞാനിങ്ങനെ വറുക്കണ സംഭവങ്ങളെല്ലാം ചെയ്യണത് വെളിച്ചെണ്ണയിലാണ്. റിഫൈൻഡ് ഓയിൽ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. വേറെ ഒന്നുമില്ല. എൻ്റെ ഒരു ഇതിന് മുമ്പത്തെ ഒരു ചീനിച്ചട്ടിയിൽ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചത് പഴംപൊരി ഉണ്ടാക്കലും എല്ലാം. പക്ഷേ ആ ചട്ടിയുടെ വക്ക് മുഴുവനും ഇങ്ങനെ പശ പോലെ വന്നി. അതിൽ പിന്നെ ഞാനത് നിർത്തിക്കളഞ്ഞു. എന്തെങ്കിലും കെമിക്കൽ ഉണ്ടാവും ആ ഓയിലിൽ. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിക്കളഞ്ഞ് ഞാനിപ്പോൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, എൻ്റെ അപ്പച്ചൻ്റെ വെളിച്ചെണ്ണ ഉതുപ്പാൻസിൻ്റെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണക്ക് ഒരു കുഴപ്പമില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ നല്ല തിളങ്ങിയിരിക്കണ പോലത്തെ വെളിച്ചെണ്ണയാണ്, മഞ്ഞക്കൂട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വറക്കാനായിട്ട് എന്താണെങ്കിലും പൂരി ഉണ്ടാക്കാനാണോ എന്തിനും ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെ എല്ലാം വറുത്ത് ഓരോന്നായിട്ട് ലാസ്റ്റത്തേണത് അതും ഞാൻ വറുത്ത് മാറ്റുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. ഇത് വെജും മറ്റേത് മുട്ടയുടെ വെച്ചില്ലേ ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക.